ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ 2 പെൻ ഹോൾഡറാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ടൊരു ടുലിപ്പാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. ടുലിപ്പിൻ്റെ ഒരു പെൻ ഹോൾഡർ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ടുലിപ്പിൻ്റെ ഒരു ഷേപ്പ് വരച്ചെടുക്കുന്നുണ്ട്, ആ ഒരു ഫ്ലവർ മാത്രം. അപ്പോൾ ഇതുപോലെ വരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് കട്ട് ചെയ്തെടുക്കണം അതിൻ്റെ ഷേപ്പിൽ. അപ്പോൾ ഇതേപോലത്തെ ഒരേ ഷേപ്പിലുള്ള 2 വേണം കേട്ടോ. ഇനി അതിൻ്റെ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് ഒരു കള്ളിയുള്ള ഒരു പിക്ചർ വരച്ചെടുത്തിട്ട് അതും ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരേപോലത്തെ 2 പീസാക്കിയിട്ട് തന്നെ ഇതും ചെയ്യാം. ഇനി അതിമക്ക് 2 ലീഫ് വേണം. അപ്പോൾ അതൊന്നും ഞാൻ വരച്ചെടുക്കുന്നുണ്ട് ലീഫിൻ്റെ ഷേപ്പിൽ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനത്തെ 4 വേണം കേട്ടോ, കാരണം 2 ലീഫ് ഉണ്ടല്ലോ അപ്പുറം. അപ്പോൾ 4 പീസ് എടുക്കാം. ഇനി ഇതേപോലെ ഒരു കട്ടിയുള്ള പേപ്പറോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് തന്നെ എടുക്കാം. എന്നിട്ട് ആ ഒരു ലീഫിൻ്റെ ചുറ്റിലും പശ തേച്ചിട്ട് ആ പേപ്പർ അതിമേലങ്ങണ്ട് ചുറ്റിലും ഒട്ടിച്ചു കൊടുക്കാം. ഇനി ആ പേപ്പർ എക്സ്ട്രാ വന്നൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുന്നുണ്ട്. ഇനി വേറൊരു പീസും കൂടെ ആ ലീഫിൻ്റെ എടുത്തിട്ട് അതിൻ്റെ ചുറ്റിലൊന്ന് പശ തേച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിവിടെ ഒരു പൊട്ടത്തരം പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിത് പുറത്തേക്കാക്കി ഒട്ടിക്കുക, അത് ഉള്ളിലേക്കാക്കിയല്ല ഒട്ടിച്ചത്. അതായത് ലീഫുമ്മൽ ആ ഒരു പശ തേച്ചിട്ട് ആ ഒരു പേപ്പർ വെച്ച് ചുറ്റിലൊട്ടിക്കരുത്. അതിന് പകരം ആ ഒരു പേപ്പറിന് പശ തേച്ചിട്ട് അതിൻ്റെ മേലേക്കാക്കിയിട്ട് ലീഫ് ഒട്ടിക്കാം. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ സ്റ്റെമ്മിൻ്റെ ചെയ്യുമ്പോൾ മനസ്സിലാവും. മറ്റേ പിന്നെ ഞാൻ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുത്തുകൊണ്ട് അത് അധികം മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇതും അതേപോലെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇതിലെടുത്തിട്ടുള്ളത് കാർഡ്ബോർഡാണ്. അതുകൊണ്ടാണ് കുറച്ചും കൂടെ കണ്ടില്ലേ, ഇപ്പോൾ ഒന്നും കൂടെ ബോറായി തോന്നുന്നില്ല ഉള്ളിലേക്കാക്കിയപ്പോൾ. അപ്പോൾ ഈ ഒരു ടുലിപ്പുമ്മലാണ് അത് വന്നപ്പോൾ എനിക്ക് ബോധം വെച്ചത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഉള്ളിലേക്കല്ല പുറത്തേക്കാണ് ഒട്ടിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ കണ്ടില്ലേ, ഞാൻ അതുപോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടത് ബോറാൻ തോന്നിയപ്പോൾ ഞാൻ വേഗം എടുത്ത് ഒഴിവാക്കിയിട്ട് ഇതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനി അതിനൊക്കെ ഒന്ന് വൈറ്റ് പെയിൻറ്റ് വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഡയറക്റ്റ് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത്ര തന്നെ ഭംഗി കിട്ടൂല. അപ്പോൾ ഞാൻ വൈറ്റ് വെച്ച് അടിച്ചിട്ട് ശേഷം ഞാൻ ഈ റോസ് വെച്ചിട്ട് മൊത്തത്തിലൊന്ന് അടിച്ചു കൊടുക്കുന്നുണ്ട് ഫ്ലവറിന്. അപ്പോൾ ഇനി കുറച്ച് ഡാർക്ക് പിങ്ക് എടുത്തിട്ട് ഇതുപോലെ അരുവ് കൂടെ ഇങ്ങനെ ലൈന് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ആ ഒരു ഇതളിൻ്റെ ആ ഒരു ഷേപ്പ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ സ്റ്റെമ്മിന് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും എടുത്തിട്ടാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഒറിജിനാലിറ്റി തോന്നിക്കോട്ടെ വിചാരിച്ചിട്ടാണ്. ഇനി 2 ഇലമലും അതേപോലെ തന്നെ പെയിൻ്റ് അടിച്ചു കൊടുത്തിട്ട് അതിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വരച്ചെടുക്കുന്നുണ്ട്. ഇനി ആ പെയിൻ്റൊക്കെ ഒന്ന് ഉണങ്ങിയതിൻ്റെ ശേഷമുള്ള ലുക്കാട്ടോ ഇത്. അപ്പോൾ അത് 3 എന്ത് ചെയ്യാം, ഇനി ഒട്ടിക്കണം. അപ്പോൾ ആദ്യം തന്നെ സ്റ്റെമ്മുമ്മ പശ തേച്ചിട്ട് ആ ഒരു ടുലിപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഇനി 2 സൈഡിലും 2 ലീഫായിട്ട് അതും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കട്ടിങ് കാനുള്ളതൊന്ന് ഇട്ട് വെക്കാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കരുത്. കാരണം അങ്ങനത്തെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് മറിഞ്ഞു വീഴും. അപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഇട്ട് വെക്കാൻ നോക്കാം. ഇനി 2ാമത്തെ ഐറ്റം ഇതാണ്. ഇതെൻ്റെ ബ്രഷ് ഹോൾഡർ ചെയ്യുന്നുണ്ടോ. അപ്പോൾ ഇതിനൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കണം. പിന്നെ ഇത് മറ്റേതിന് പോലെ ഒന്നല്ല, സിമ്പിൾ പരിപാടിയാണ്. അപ്പോൾ ഇതൊരു പാത്രത്തുമ്പോൾ ഞാൻ ചുറ്റിലും ഐസ്ക്രീം സ്റ്റിക്ക് വെച്ച് ഒട്ടിച്ചതാണ്. എന്നിട്ട് അതിന് 2-3 ബോവും കൂടെ ഒട്ടിച്ചു കൊടുത്തതായിരുന്നു. അപ്പോൾ ആ ബോ ഒക്കെ ഞാൻ എടുത്ത് ഒഴിവാക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, ഇതിപ്പോൾ ഞാൻ കുറച്ച് ചെറീസ് ഇങ്ങനെ കൊടുക്കാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു തണ്ട് ഞാൻ ഇങ്ങനെ ചുറ്റിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വരച്ചു കൊടുക്കുന്നുണ്ട് പെയിൻറ്റ് വെച്ചിട്ട്. ഇനി ചെറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫോം ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ആ ഒരു ചെറി പോലെ റൗണ്ട് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് വരച്ചതിന് താഴെയായിട്ട് ഇങ്ങനെ പശ തേച്ചിട്ട് ആ ചെറി നേരത്തെ ഉണ്ടാക്കി വെച്ചത് നമുക്ക് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഫുള്ളും ഒട്ടിച്ചു കഴിഞ്ഞപ്പോഴുള്ള ലുക്കാട്ടോ ഇത്. നല്ല ഭംഗിയില്ല കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഇത് മറ്റേനേക്കാളും. അപ്പോൾ ഇതാണ് ആ 2 പെൻ ഹോൾഡറും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടതിന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.